മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ പുരാണങ്ങളിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുടെ കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വ്യത്യസ്ത തരത്തില് താപസന്മാരായ മനുഷ്യര്, ഭരണകർത്താക്കളായ രാജാക്കന്മാര്, ആസുരിക സ്വഭാവമുള്ള അസുരന്മാരായ മനുഷ്യര്, രാക്ഷസന്മാരായ മനുഷ്യരൊക്കെ മനുഷ്യർ തന്നെയാണ്. അവരുടെ കഥകള് മഹാഭാരതത്തില് 65,000 ശ്ലോകങ്ങൾ പാണ്ഡവരും കൗരവരും അവരുടെ ഏറ്റവും അടുത്ത ഉള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, എണ്ണത്തിൽ വളരെ കൂടുതലുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളാണ് മഹാഭാരതത്തിൽ ഒരു പാർട്ട്. 60,000 ശ്ലോകങ്ങള് പക്ഷിമൃഗാദികളുടെ കഥകളാണ്, മാനേജ്മെന്റിന്റെ കഥകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വാൽമീകി രാമായണം എത്തുമ്പോൾ മഹാഭാരതവും വാൽമീകി രാമായണവും മഹാഭാരതത്തിലെ 65,000 ശ്ലോകങ്ങളും ഇതിഹാസമാണ്, കഥകളല്ല, ഇതിഹാസം. 60,000 ശ്ലോകങ്ങൾ കഥകൾ. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഹിന്ദിയിലെടുത്താലും സംസ്കൃതത്തിലെടുത്താലും ചരിത്രം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിഹ ആസീത് ഇതി ഇതിഹാസ. ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു, അപ്രകാരം അവിടെ ഉണ്ടായിരുന്നതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ശരിയാണ്, തെറ്റാണ്. പക്ഷെ അപ്രകാരം അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനിപ്പോ ജീവിച്ചിരിക്കുന്നവർ ഉത്തരവാദികളല്ല. ഭഗത് സിംഗിനെ ഇംഗ്ലീഷുകാരെ തൂക്കിക്കൊന്നു, അതൊരു ചരിത്ര വസ്തുതയാണ്. പഴശ്ശി രാജ മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നു, അതൊരു ചരിത്ര വസ്തുതയാണ്. അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇതിങ്ങനെ ചെയ്തത് ശരിയായോ? അത് പഴശ്ശി രാജാവ് അഭിമുഖീകരിച്ച കാര്യങ്ങളാണ്. വടക്കൻ വീരഗാഥയില് തച്ചോളി ഒതേനൻ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ചന്തു അനുഭവിച്ച കാര്യങ്ങളാണ്. ആ അനുഭവിച്ചത് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്താ കാര്യം? അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള ദൃഢനിശ്ചയം കൊണ്ടാണ് ചെയ്തിരുന്നത്. അത് ചെയ്തത് ശരിയായില്ല ആയിരിക്കാം, ശരിയായില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. അന്ന് മഹാത്മാഗാന്ധി ചൗരി ചൗര എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷന് തീയിട്ടപ്പോൾ തന്റെ സമരം തന്നെ പിൻവലിച്ചു. എല്ലാവരും എതിർത്തു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ സമരം പിൻവലിക്കാൻ, ഹിംസയോടുകൂടി സമരം വേണ്ട. അത് ഒരിക്കലും ശരിയായില്ല എന്ന് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? അന്ന് മഹാത്മാഗാന്ധി അത് ചെയ്തു, ദാറ്റ്സ് ഓൾ. അത് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തിട്ട് അത് അങ്ങനെ ചെയ്തത് ശരിയായോ എന്ന ചോദ്യത്തിന് ഉത്തരം ശരിയായി എങ്കിൽ നിങ്ങൾ ചെയ്തോളാം, ശരിയായില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. അങ്ങനെ ചെയ്യാൻ എന്താ കാരണം? അഹിംസാത്മകമായ സമരം വേണ്ടാന്ന് മഹാത്മാഗാന്ധി തീരുമാനിച്ചു. അഹിംസാത്മകമായിട്ടുള്ളത് മതി, ഹിംസാത്മകമായിട്ടുള്ളത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഹിംസാപരമായിട്ടുള്ളത് വേണ്ടാന്ന് തീരുമാനിച്ചു. അതാണ് ഒരു ഉത്തരം. ഹിംസാപരമായിട്ടുള്ളത് വേണ്ട എന്ന് മഹാത്മാഗാന്ധി തീരുമാനിച്ചു, ഒരു ഉത്തരം. അതുകൊണ്ട് സമരം പിൻവലിച്ചു. മറ്റൊരു ഉത്തരം മഹാത്മാഗാന്ധി ചെയ്തത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. ഇനി ഇപ്പോഴും ചെയ്തോളാം. മഹാത്മാഗാന്ധി ചെയ്തത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. കാരണം അത് ചരിത്രത്തിന്റെ ഭാഗമാണ്, കഥയുടെ ഭാഗമല്ല. അപ്പൊ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരമാണ് ചരിത്രത്തിലെ വസ്തുതകൾക്കുള്ളത്. ഒന്ന്, ശരി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, തെറ്റെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. രണ്ട്, അങ്ങനെ ചരിത്രത്തിൽ വരാനുണ്ടായ ഒരു കാരണം എന്ത്? അത് ഉത്തരമാണ്, അത് ഒരു ഉത്തരം. ആ കാരണം പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കർക്കിടക മാസം വരാൻ പോകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് രാമായണം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. മാനേജ്മെന്റ് പ്രിൻസിപ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നതിനെ നിരന്തരം എതിർക്കുന്നവർ വരെ വളരെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്ത് എനിക്ക് അത്ഭുതം തോന്നി. അതേപോലെ രാമായണത്തിൽ ഒരു കാര്യം കൂടി പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രാമായണത്തില് ത്രേതായുഗത്തില് നടന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഇത് ത്രേതായുഗത്തിലാണോ നടന്നത്? ആയിരിക്കാം. ഇത് 10,000, 500, 2000, 3000 വർഷമല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. ഒരുപക്ഷെ അതായിരിക്കാം. ലക്ഷക്കണക്കിന് വർഷമായിട്ടുണ്ടാവുമോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ രാമായണം എന്ന ഗ്രന്ഥം അവിടെയുണ്ട്. അതിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലും
ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിലൂടെയുള്ള ഡിസ്കഷൻ അല്ല എങ്കിൽ രാമായണത്തില് നല്ല മാനേജ്മെന്റ് കാര്യങ്ങൾ ഉള്ളതുപോലെ ചിലത് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് യോജിക്കാൻ പറ്റാത്തത് ഉണ്ടാവാം. പക്ഷെ അന്നത്തെ കാലത്ത് അത് അവിടെ ആവശ്യമായിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ബാലി സുഗ്രീവന്മാരില് ബാലിയെ മറഞ്ഞു നിന്ന് രാമൻ അമ്പെയ്ത് കൊന്നത് ശരിയായോ? അതന്ന് സംഭവിച്ച ചരിത്ര വസ്തുതയാണ്. ഇതിന് രണ്ടുത്തരമുണ്ട്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ മാതിരി ഒന്നാമത്തെ ഉത്തരം, ബാലിയുടെ മുമ്പിൽ നിന്ന് ആര് യുദ്ധം ചെയ്താലും ആ യുദ്ധം ചെയ്യാൻ വരുന്ന വ്യക്തിയുടെ ഇരട്ടി ശക്തി ബാലിക്ക് കിട്ടും. അതുകൊണ്ട് ബാലിയുടെ നേർക്ക് നേരെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ബാലിക്ക് അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഉത്തരം. രാമായണത്തിലെ ഉത്തരം അതാണ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ ഉത്തരം എന്താ? ബാലിയെ ശ്രീരാമൻ മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അമ്പെയ്ത് കൊന്നത് ശരിയായില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അതുപോലെ ഒരെണ്ണം ചെയ്യരുത്. ശരിയായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. കാരണം ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇത് ഉപദേശത്തിന്റെ ഭാഗമല്ല. ചരിത്ര വസ്തുതകളിൽ നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, യോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ശ്രീരാമൻ തന്നെ ബാലിയോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ നിനക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തില് ഇതേപോലെ തിരിച്ച് നിനക്ക് അമ്പെയ്ത് എന്നെ വധിക്കാനുള്ള അനുഗ്രഹം ഞാൻ തരുന്നു, തിരിച്ച് പകരം വീട്ടാനുള്ള അവസരവും കൂടി നൽകുന്നുണ്ട്. ഇതുമാതിരി വേറൊന്നുണ്ട്. രാമൻ കാട്ടിലൂടെ പോകുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നു. ഒരു ഉത്തരം എന്താ? വേദം പഠിച്ച് വൈദിക കർമ്മം ചെയ്ത ബ്രഹ്മജ്ഞാനികളാണ് സാത്വിക ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണരാണ് സാത്വിക ഭക്ഷണം കഴിക്കേണ്ടത്. ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ക്ഷാത്രവീര്യമുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്. യുദ്ധം ചെയ്യാൻ പോകുന്നവരാണ്. ചോര കാണുമ്പോൾ അറയ്ക്കാൻ പാടില്ലാത്തവരാണ്. മരണം കാണുമ്പോൾ പേടിക്കാൻ പാടില്ലാത്തവരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ക്ഷത്രിയർക്ക് നോൺ വെജിറ്റേറിയൻ പെർമിറ്റഡ് ആണ്. ശ്രീരാമൻ ക്ഷത്രിയരാണ്, ബ്രാഹ്മണനല്ല. അത് ഒന്ന്. രണ്ട്, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ട്, അത് കാരണം നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിച്ചൂടാ. ശ്രീരാമൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടാവാം, കഴിച്ചിട്ടില്ലായിരിക്കാം. ശ്രീരാമൻ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ടാണോ ശ്രീരാമനെ നമ്മൾ ബഹുമാനിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അപ്പൊ യഥാർത്ഥത്തില് ശ്രീരാമൻ കഴിച്ചിട്ടില്ല എന്ന് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. ബാലിയെ അമ്പെയ്തത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ടാവാം. ശരിയല്ല എന്നെങ്കിൽ ശരിയല്ല, അത് തന്നെ. രാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എനിക്ക് കഴിച്ചൂടെ? അതിപ്പോ ശ്രീരാമൻ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചൂടെ? ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും NSSകാരും ഒക്കെ അടിച്ച് കലക്കി ചിക്കനും മട്ടണും ഒക്കെ അടിച്ച് കലക്കുന്നത് ശ്രീരാമൻ കഴിച്ചോ ഇല്ലയോ നോക്കിയിട്ടാ. അപ്പൊ യഥാർത്ഥത്തിൽ ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ടില്ല. അത് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതന്ന് നടന്ന കാര്യമാണ്. പക്ഷെ ശ്രീരാമന് കഴിക്കാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കഴിച്ചൂടെ? കഴിച്ചോളൂ. ശ്രീരാമൻ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോ ഉത്തരം വളരെ സിമ്പിളാണ്. ഹിഡൻ അജണ്ട വെച്ച് ഏതെങ്കിലും ഒന്ന് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കലാവരുത് നമ്മളുടെ ലക്ഷ്യം. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. സീതയെ ശ്രീരാമൻ ഉപേക്ഷിച്ചത് ശരിയായോ? യഥാർത്ഥ ഉത്തരം എന്താ? ഒരു രാജാവിന് രാജ്യത്തിന്റെ അഭിപ്രായമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രജകളുടെ അഭിപ്രായമാണ്. പ്രജകളിൽ ഒരാള് രാജാവിനെതിരെ പറയുകയാണെങ്കിൽ അത് ഒരാളുടെ അഭിപ്രായമല്ല, അയാളുടെ വീക്ഷണമുള്ള ഒരു വലിയ സമൂഹത്തിന്റെ അഭിപ്രായമാണത്. ഒരു രാജാവ് ജനങ്ങളെ ഹിതമായിട്ട് ഭരിക്കുകയാണെങ്കിൽ രാജാവില് തെറ്റ് സമൂഹം ആരോപിച്ചാൽ തിരുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ രാമന് തോന്നി. അങ്ങനെ രാമന് തോന്നാൻ പാടില്ലെന്ന് നമുക്ക് തോന്നാമോ? നമ്മളല്ലല്ലോ രാമൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഭരിക്കേണ്ടത് തീരുമാനിക്കുന്നത്. രാമൻ ചെയ്തത് എന്തോ അത് വാൽമീകി എഴുതി വെച്ചു. അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു, അത് സമൂഹത്തിന്റെ അഭിപ്രായത്തിന് മാന്യത കൽപ്പിച്ചുകൊണ്ട് ഒരു രാജാവ്, ഒരു സാധാരണ ശ്രീരാമനാണെങ്കിൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. രാജാവ് ജനങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി നിൽക്കേണ്ട ആളാണ്. സീതാദേവിയെ ഉപേക്ഷിച്ചതല്ല, വാൽമീകി മഹർഷിയുടെ അവിടെ കൊണ്ടാക്കിയതാണ്, വാൽമീകിയുടെ സംരക്ഷണത്തില് എന്ന് പറയുന്നവരോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. വിയോജിക്കുന്നവർക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീരാമൻ ചെയ്തത് ശരിയായില്ല, തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്യാൻ പോകരുത്.
രാജാവായ രാമൻ അതല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, രാജാവാണെങ്കിൽ നിങ്ങളും ചെയ്തോളാ. ഇത് സിമ്പിൾ ആൻസറാണ്, ഇത് കുതർക്കമല്ല. ഈ രാമൻ ചെയ്തതിനെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി മതങ്ങൾക്കൊക്കെ ഒരു പുസ്തകമേ ഉള്ളൂ, അത് 99% ആരും വായിച്ചിട്ടുമില്ല. ഇതിലെ പലതും സ്കൂളിലും കോളേജിലും പഠിക്കാനും ഉണ്ട്, വായിച്ചിട്ടുമുണ്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കൊടുക്കാറുമുണ്ട് ഇപ്പോഴും. അപ്പൊ ഇതിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇനിയുണ്ട് ഈ രാവണൻ 4 വേദവും 6 വേദാംഗവും പഠിച്ച ആളാണ്. രാവണനെ കൊന്നത് ശരിയായോ? 4 വേദമോ 6 വേദാംഗമോ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കയ്യിലിരിപ്പും പ്രവൃത്തിയും നല്ലതല്ലെങ്കിലാണ് ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കയ്യിലിരിപ്പും പ്രവൃത്തിയും നല്ലതല്ലെങ്കിലാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ആലോചിച്ചു നോക്കാം, ഏത് പോയിന്റുകളും രാമായണത്തിലേത് രാമായണ മാസത്തിൽ വിവരിക്കുമ്പോൾ ചോദിക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ചോദിക്കുന്നവർക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതങ്ങനെ സംഭവിച്ചുവെങ്കിൽ സംഭവിച്ചു, സംഭവിച്ചില്ല എന്ന് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിച്ചതിനെ ന്യായീകരിച്ച് ചോദ്യം ചോദിച്ച ആളെ കൺവിൻസ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കല്ല. നമ്മളല്ല വാൽമീകി രാമായണം എഴുതിയത്. ഇപ്പൊ ഒരു 6-ാം തമ്പുരാൻ എന്ന സിനിമയില് ഈ മഞ്ജു വാര്യരെ മോഹൻലാല് കൊണ്ടുപോയത് ശരിയായോ? ശരിയായെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക, ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ കൊണ്ടുപോകാൻ പോകണ്ട. വളരെ സിമ്പിൾ അല്ലേ? ഒരു സിനിമയിൽ ഇന്ന അത് ശരിയായില്ല, അതിങ്ങനെ വരാൻ പാടില്ല, അത് ഡയറക്റ്റ് ചെയ്ത ആളും പ്രൊഡ്യൂസ് ചെയ്ത ആളും അഭിനയിച്ച ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് കാണാൻ, ഇഷ്ടപ്പെടില്ലെങ്കിൽ കാണാൻ പോകണ്ട. സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ ഓർമ്മിക്കാനുള്ളത്, സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ന്യായീകരിച്ച് നമ്മൾ നേരെ മറിച്ച് വേദം ബ്രാഹ്മണരല്ലാത്തവർ പഠിക്കരുതെന്ന് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കാം, അത് തെറ്റാണ്. കാരണം ഇപ്പൊ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് തെറ്റായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത്. പണ്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ തെറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. വേദം പഠിക്കരുത് എന്ന് പറയുന്നത്, ബ്രാഹ്മണരല്ലാത്തവർ പഠിക്കരുത് എന്ന് പറയുന്നത് ഇന്ന് ജീവിതത്തില് കുറേ പേർക്ക് അവസരം നിഷേധിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുമില്ല. ആർക്ക് വേണമെങ്കിലും വേദം പഠിക്കാം. മുക്കുവ സ്ത്രീയുടെ ഗർഭത്തിൽ ജനിച്ച വേദവ്യാസനാണ് വേദത്തെ 4ആയിട്ട് പകുത്തത്. 209 ഋഷിവര്യന്മാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയത്. അതില് ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചവരാരും ഇല്ല. വിവേകാനന്ദനായാലും മാതാ അമൃതാനന്ദമയി ആയാലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും നാരായണ ഗുരുദേവനായാലും മഹർഷി മഹേഷ് യോഗി ആണെങ്കിലും ഇവരെല്ലാവരും ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചവരേ അല്ല. എന്നിട്ടും അവർ വേദം പഠിച്ച് വ്യാഖ്യാനിച്ച് വിവരിച്ച് എത്ര ഗംഭീരമായിട്ട് അവർ പ്രവർത്തിച്ചു, വിവേകാനന്ദൻ ഉൾപ്പെടെ. അപ്പോ നമ്മൾ ഓർമ്മിക്കാനുള്ളത് തെറ്റായിട്ടുള്ള സന്ദേശം ഒന്ന്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഡയറക്റ്റ്ലി ചിലത് നമുക്ക് നിഷേധിക്കുന്നു എങ്കിൽ അതനുസരിച്ചിട്ട് പ്രതികരിക്കണം. മറ്റേത് 2 തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിഹാസത്തിലുള്ള വിവരണങ്ങൾ, രാമായണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണാമം, നമസ്കാരം.